നോക്കുകയാണ്. അപ്പോൾ ആദ്യത്തേത് എഡ്യൂക്കേഷൻ ഫീൽഡ്. വിദ്യാഭ്യാസ വഴിയിൽ നമുക്ക് എന്താണ് ഡ്രീം എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉപരിപഠനം നടത്താനായി ആരംഭിക്കുന്ന ഒരു വ്യക്തി, ഉപരിപഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി, വിദേശ പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, വിദേശ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഇങ്ങനെ വിദ്യാഭ്യാസത്തിൽ മുഴുകിയിരിക്കുന്ന വ്യക്തികൾ, അവർക്ക് തങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഒരു ഡ്രീം, ഒരു സ്വപ്നം, നിങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു തീവ്രമായ ആഗ്രഹം അല്ലെങ്കിൽ ദൃഢനിശ്ചയത്തോടു കൂടിയ ഒരു ലക്ഷ്യം, അതുമല്ലെങ്കിൽ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ അതിലേക്കുള്ള വഴികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചുരുക്കത്തിൽ ചിന്തിക്കാം.